പ്രത്യേക അന്വേഷണ സംഘം പായിക്കാട്ട് നിന്നും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക? കേസ് അന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൊലയാളി വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. എല്ലാ ഭാഗവും മുഴുവനും നിങ്ങൾ വായിക്കും എന്ന പ്രതീക്ഷയോടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. കൂടെ വരണേ. ശ്രീധരൻ ഇത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ ജീവൻ ജോസിനൊരു സംശയം. പണികളൊന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീധരൻ അവിടെ പോയത്? കൃഷിക്കാവശ്യമായ ജൈവവളം കൊണ്ടുവരുന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അവരത് കൊണ്ടുവന്നിറക്കിയെങ്കിൽ ഭദ്രമായി അടുക്കി മൂടിയിടണം. അതിനായിട്ടാണ് ഞാൻ അന്ന് അവിടെ പോയത്. വളവുമായി വന്നവർ അപ്പോൾ വീട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചോ? അവർ സാധാരണ വളം കൊണ്ടുവന്നിറക്കിയിട്ട് പോവുകയേ ഉള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും പണം കൊടുക്കുന്നത്. അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ ശ്രീധര. അവരെ കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവർ പോയിട്ട് കുറേയേറെ ദിവസമായി എങ്കിലല്ലേ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുള്ളൂ. വീടും മുറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് ചാത്തൻപറമ്പിൽക്കാർ. അവരവിടെ ഉണ്ടെങ്കിൽ ഒരു കരിയില പോലും ആ മുറ്റത്ത് വീണ് കിടക്കില്ല. അന്ന് ഞാൻ ചെല്ലുമ്പോൾ മുറ്റം മുഴുവൻ കരിയില കൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ ദിവസമായി അവരവിടെ ഇല്ല എന്ന്. എവിടെയും പോകുന്ന കാര്യം പറഞ്ഞിരുന്നുമില്ല. എന്നാലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവർക്ക് എവിടെയെങ്കിലും പോകണമല്ലോ. അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചോ? അങ്ങനെ പോയെങ്കിൽ തന്നെ അവരുടെ അകന്ന ബന്ധത്തിലുള്ള കുമാരൻ അറിയണമായിരുന്നു. കുമാരനോട് ഞാൻ ചോദിച്ചപ്പോൾ അവനോട് ഒന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പരാതി കൊടുത്തത് അവൻ കൂടി അറിഞ്ഞിട്ടാണോ? പോലീസിൽ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നിനക്ക് വേണമെങ്കിൽ കൊടുത്തുകൊള്ളാൻ പറഞ്ഞു. അതിൻ പ്രകാരമാണ് ഞാൻ പരാതി കൊടുത്തത്. ശ്രീധരൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സത്യമാണെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഘട്ടത്തിൽ പോലും ആലോചിക്കേണ്ട ആവശ്യം പോലും അയാൾക്കുണ്ടായില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ പറയുന്നുണ്ട്. പോയ വഴികൾ പോലും കറക്റ്റായി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വിവരങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന് ജീവൻ അല്പസമയം ആലോചിച്ചു. ഉടൻ തന്നെ അടുത്ത ചോദ്യം വരികയും ചെയ്തു. നിങ്ങൾ മരച്ചീനി ഉണങ്ങി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുകയായിരുന്നില്ലേ പണി നിർത്തുന്ന കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്? സാധാരണഗതിയിൽ വീട്ടിൽ വരാത്ത ആരെങ്കിലും അതിനടുത്ത ദിവസങ്ങളിൽ വീട്ടിൽ വന്നതായി നിങ്ങൾക്കറിയാമോ? ശ്രീധരന് ഇപ്പോൾ അല്പസമയം ആലോചിക്കേണ്ടി വന്നു. കഴിഞ്ഞ കാര്യം ഓർക്കുന്നതായിരിക്കും. ആ അടുത്ത നാളുകളിൽ ഉമ്മച്ചൻ മുതലാളി പല ദിവസങ്ങളിലും അവിടെ വരാറുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് എന്തെന്നൊന്നും എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പല ദിവസങ്ങളിലും സന്തോഷത്തിലൊന്നുമല്ല അയാൾ തിരിച്ചു പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആളുടെ വർത്തമാനത്തിൻ്റെ പ്രത്യേകത കാരണമാണ് എന്ന് ശ്രീധരൻ പറഞ്ഞു. നിങ്ങളെക്കൊണ്ട് ഞാൻ തീരുമാനം മാറ്റിക്കും. ഞാൻ ഒന്ന് വിചാരിച്ചാൽ അത് നേടാതെ പിന്തിരിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തിനെപ്പറ്റിയാണെന്ന് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യവുമില്ല. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടും സ്ഥലവും എല്ലാം ഇപ്പോൾ ആരാണ് നോക്കി നടത്തുന്നത്? ശ്രീധരൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ? ആ സ്ഥലമൊക്കെ ഉമ്മച്ചൻ മുതലാളി വാങ്ങി. ഇപ്പോൾ അവിടം കണ്ടാൽ തിരിയില്ല. കൃഷിയൊന്നുമില്ല. അവിടെയെല്ലാം കെട്ടിടങ്ങളും ലോഡ്ജുകളും മറ്റുമാണ്. എല്ലാം പണി കഴിപ്പിച്ചത് ഉമ്മച്ചൻ മുതലാളിയും അയാളുടെ കൂട്ടുകാരുമാണ്. വാങ്ങണമെങ്കിൽ ഒരാൾ സ്ഥലം കൊടുക്കണമല്ലോ. അവരെ കാണാനില്ലെങ്കിൽ പിന്നെ
സാധ്യതകൾ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്നുകിൽ അവർ പോകുന്നതിന് മുൻപ് തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അവർ അറിയാതെ തന്നെ ഉമ്മച്ചൻ സ്ഥലം കൈക്കലാക്കിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് രേഖകളൊന്നും ഉണ്ടാവുകയില്ലല്ലോ. ഉമ്മച്ചൻ സംശയിക്കാൻ കൊള്ളാവുന്ന ഒരു ഇരയാണ്. പക്ഷേ വളരെ സൂക്ഷിക്കണം. കാരണമില്ലാതെ അയാളെ ചോദ്യം ചെയ്യാൻ പിടിക്കാൻ പോലും കിട്ടില്ല. അതൊരു വമ്പൻ സ്രാവ് തന്നെയാണ്. തൽക്കാലം ശ്രീധരനെ പറഞ്ഞു വിടുന്നതാണ് നല്ലത് എന്ന് അന്വേഷണ സംഘത്തിന് തോന്നി. അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അയാൾ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ചോദിച്ചു ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, പിന്നെ വേണമെങ്കിലും അയാളെ കാണാനും സംസാരിക്കാനും കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് ശ്രീധരനെ അവിടെ നിന്നും അവർ പറഞ്ഞു വിട്ടത്. അന്ന് വൈകിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മീറ്റിംഗ് നടന്നു. ശ്രീധരനോട് ചോദിച്ചതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ വിലയിരുത്തലായിരുന്നു പ്രധാനമായ ലക്ഷ്യം. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞതുകൊണ്ട് രഞ്ജിത്ത് അപ്പോൾ തന്നെ പറഞ്ഞു, 2 പേരെ നിർബന്ധമായും സംശയിക്കണം. ഒന്ന്, ചാത്തൻ പറമ്പിൽക്കാരുടെ ബന്ധുവായ കുമാരൻ. ശ്രീധരനേക്കാളും പരാതി കൊടുക്കേണ്ടിയിരുന്നത് കുമാരനല്ലേ? അവരെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ടും അയാൾ പരാതി കൊടുക്കാൻ താൽപ്പര്യം കാണിക്കാത്തതിൽ നിന്നും അയാൾക്ക് അവരുടെ തിരോധാനത്തിൽ മനസ്സറിവുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. കുമാരനേക്കാളും സംശയിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ആണ് ഉമ്മച്ചൻ മുതലാളി. ഈ സ്ഥലത്തിൻ്റെ ഇടപാടിനായിരുന്നിരിക്കണം മിക്കവാറും ആ വീട്ടിൽ വന്നതും അവരോട് ഉടക്കി സംസാരിച്ചിട്ട് പോയതും. അയാൾ ആ സ്വത്ത് സ്വന്തമാക്കിയത് ന്യായമായ വഴിയിലൂടെ ആയിരിക്കില്ല. അയാളെയും നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. ജീവൻ മനസ്സിൽ കണക്കുകൂട്ടി. ഉമ്മച്ചൻ മുതലാളിയെ കാണണം. പിന്നെ ചാത്തൻ പറമ്പിൽക്കാരുടെ ബന്ധുവായ കുമാരനും സംശയത്തിൻ്റെ മുനയിൽ നിർത്താൻ കൊള്ളാവുന്നവനാണ്. ഇല്ലെങ്കിൽ പരാതി കൊടുക്കാൻ അവനായിരുന്നല്ലോ മുൻപിൽ നിൽക്കേണ്ടിയിരുന്നത്. അവനെ സംശയിക്കാൻ കാരണം അതുമാത്രം മതിയോ? എന്നിട്ടും കുറച്ച് കാര്യങ്ങൾക്ക് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഉമ്മച്ചൻ മുതലാളിക്ക് സ്ഥലം വേണമെങ്കിൽ തന്നെ എന്തിനാണ് ചാത്തൻ പറമ്പിൽക്കാരുടെ സ്ഥലം തന്നെ പ്രത്യേകമായും അയാൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യം? അതും അവർ വിൽക്കാൻ തയ്യാറല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവരുടെ സ്ഥലം തട്ടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടാകണ്ടേ? അതിനെപ്പറ്റി ഉമ്മച്ചനോട് ചോദിച്ചിട്ട് കാര്യമില്ല. നാട്ടിലൊന്ന് അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് അത് എന്ന് മനസ്സിലാകും. ജോസ് മാത്യുവിനോട് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ജോസ് മാത്യുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: സാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പായിക്കാട്ട് പ്രദേശം ഇപ്പോൾ കാണുന്നത് വളരെ വികസിതമാണെങ്കിലും 10 കൊല്ലം മുമ്പ് ഇത് തീർത്തും ഒരു ഗ്രാമപ്രദേശമായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിലാണ് ഇവിടെ പള്ളി വരുന്നത്. അതിനോടടുത്ത കാലഘട്ടത്തിലാണ് ഇതുവഴി ഹൈവേ കടന്നു പോകുന്നതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ മിക്കവാറും ഈ സ്ഥലത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് മനസ്സിൽ കണക്കുകൂട്ടി ആയിരിക്കണം ഉമ്മച്ചൻ ചാത്തൻ പറമ്പിൽക്കാരോട് നിർബന്ധമായും സ്ഥലം വാങ്ങാൻ ശ്രമിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് പായിക്കാട്ട് പള്ളിയുടെ മുൻപിൽ ഒരു ഹോട്ടലിൽ വെച്ച് ഒരാളെ ജീവനും സംഘവും പരിചയപ്പെട്ടത്. അവർ 4 പേരും ചായക്കടയിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. അപ്പോൾ അവിടെ കാര്യമായ ഒരു ചർച്ച നടക്കുകയാണ്. ചർച്ച അവർക്ക് വളരെ പ്രിയപ്പെട്ട വിഷയത്തെക്കുറിച്ച് തന്നെ ആയിരുന്നു എന്നതാണ് തികച്ചും അതിശയകരമായിരുന്നത്. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവർ ചായയ്ക്ക് ഓർഡർ ചെയ്തു. വെറുതെ ഒരു പത്രമെടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ ആദ്യമുണ്ടായിരുന്നവർ പറയുന്നത് കേട്ടിരുന്നു. നമ്മുടെ ചാത്തൻ പറമ്പിലെ ശങ്കരൻകാരനവരെ നീ ഓർക്കുന്നില്ലേ? അയാളുടെ അസ്ഥികൂടം കരിങ്കുണ്ട് വനത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന് വാർത്തയുണ്ടായിരുന്നു പോലും. അത് അതിശയമായിരിക്കുന്നല്ലോ.
അവരിവിടെ നിന്ന് നാട് വിട്ട് എങ്ങോട്ടോ പോയി എന്നല്ലേ നമുക്കൊക്കെ കിട്ടിയ വിവരം? സ്ഥലം ഉമ്മച്ചൻ മുതലാളിക്ക് വിറ്റതായി അയാൾ തന്നെ പറഞ്ഞല്ലോ. അവർ എവിടേക്കാണ് പോയതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉമ്മച്ചനും കൂട്ടരും വെറുതെ പടച്ചുവിട്ട വാർത്തയാണ് അതെങ്കിലോ? അവർ പോയ സ്ഥലത്തിൻ്റെ പേരും കുമാരൻ പറയുന്നത് കേട്ടായിരുന്നു. പിന്നെ നമ്മളാരും അവരെ അന്വേഷിച്ചു പോകാൻ? നമ്മളുടെ ആരും അല്ലല്ലോ അവർ. നമുക്കൊന്നും ഒന്നും തരാനുമില്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിച്ച മനുഷ്യരാണ്. അവരെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ ചാത്തൻ സേവ മിക്കവാറും പേർക്കും പേടിയായിരുന്നു. ചാത്തനെ പേടിയില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ അവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതോ ഇനി ചാത്തൻ സേവ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ എന്നും അറിയില്ല. കൂട്ടത്തിൽ അല്പം പ്രായം കൂടിയ ഒരാൾ തൻ്റെ അഭിപ്രായം പാസാക്കി. ശങ്കരന് ചാത്തൻ സേവയുണ്ടോ എന്നെനിക്കറിയില്ല. അവൻ്റെ അപ്പന് ചാത്തൻ സേവയുണ്ടായിരുന്നു എന്ന വിവരം എനിക്ക് നേരിട്ടറിയാം. അയാൾ മരിച്ചുപോയി. ചാത്തൻ സേവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ശങ്കരനാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ അയാളെ ചാത്തൻ സംരക്ഷിക്കേണ്ടതായിരുന്നു. പിന്നെയും അവരുടെ ചർച്ച മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ ചർച്ചയിൽ നിന്നും ജീവൻ ജോസിന് എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം ഇതായിരുന്നു: ചാത്തൻ പറമ്പിൽക്കാരെ ഈ നാട്ടുകാർക്കെല്ലാം പേടിയാണ്, അതേസമയം ഇഷ്ടവുമാണ്. നിരുപദ്രവകാരികൾ എന്ന നിലയിൽ അവർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളവർ ഭൂരിപക്ഷവും. അതിൽ തന്നെ ശങ്കരൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിൽ സംസാരിച്ച ആളെ പ്രത്യേകമായി അവർ നോട്ട് ചെയ്തു. അയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ജോസ് മാത്യു അപ്പോൾ തന്നെ എഴുന്നേറ്റു. അലമാരിയിൽ നിന്നും ഒരു ബോണ്ടയും എടുത്ത് നേരെ പോയി അയാളുടെ അടുത്ത് തന്നെ ഇരുന്നു. ഇവിടെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. പള്ളിയിലെങ്ങാനും എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അതോ പുതിയ വല്ല കച്ചവടവും തുടങ്ങി വന്നതാണോ? ഞാനിവിടെ വന്നിട്ട് അധിക ദിവസമൊന്നും ആയില്ല. എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് പറ്റിയ ഒരു കടമുറി വേണം. അതോടൊപ്പം ഈ നാടിനെ പറ്റി ഒന്ന് പഠിക്കുകയും വേണം. എന്നിട്ട് വേണമല്ലോ ഏതാണ് ബിസിനസ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഇവിടമൊക്കെ ആകെ മാറിപ്പോയില്ലേ. ഇപ്പോൾ അറിയത്തില്ലാത്ത ധാരാളം ആളുകൾ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നു. ഞങ്ങളറിയാത്ത ഒരാൾ പോലും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സംസാരിച്ച് അവസാനം ജോസ് മാത്യു മനഃപൂർവ്വം അത് ചാത്തൻ പറമ്പിൽ ശങ്കരൻ്റെ കാര്യത്തിൽ കൊണ്ടുപോയി എത്തിച്ചു. പത്രവാർത്ത കണ്ടതാണെന്നാണ് അയാളോട് പറഞ്ഞത്. അതിനു മുൻപ് തന്നെ അയാളെ പരിചയപ്പെട്ടിരുന്നു. പീതാംബരൻ എന്നാണ് അയാളുടെ പേര്. തെങ്ങ് കയറ്റക്കാരനാണ്. ഇപ്പോൾ പഴയതുപോലെയൊന്നും പണിയെടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചെണ്ണത്തിലൊക്കെ കയറാം. അത് കഴിയുമ്പോഴേക്കും വല്ലാത്ത കിതപ്പാണ്. മുകളിലേക്ക് കയറേണ്ടതല്ലേ എന്നാണ് ജോസ് മാത്യുവിനോട് ചോദിച്ചത്. ഈ വാർത്തയിൽ കണ്ട കൊല്ലപ്പെട്ട ചാത്തൻ പറമ്പിൽ ശങ്കരനെ പീതാംബരൻ ചേട്ടൻ നേരത്തെ അറിയുന്നതാണോ? നിങ്ങൾ സമപ്രായക്കാരെങ്ങാനും ആയിരുന്നോ? പീതാംബരൻ വിശദമായി തന്നെ ശങ്കരൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. താനും ശങ്കരനും തരപ്പടിക്കാരായിരുന്നു. പക്ഷേ വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. അവൻ ഒരു പ്രത്യേക തരക്കാരനാണ്. പോരെങ്കിൽ അവൻ്റെ അപ്പന് ചാത്തൻ സേവയുള്ളതായി നാട് മുഴുവൻ അറിയുന്നതുമായിരുന്നു. എന്നാൽ ശങ്കരന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കനായിരുന്നു. നല്ല പെരുമാറ്റവുമായിരുന്നു. എല്ലാവരോടും ധാരാളം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കി ചാത്തൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ അവന് സങ്കടം വരും. സങ്കടപ്പെടുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ പ്രായത്തിലെ ഒരുതരം സ്വഭാവം. ഞങ്ങൾ സ്കൂളിൽ പോക്ക് നിർത്തിയത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ്. അവൻ അവരുടെ പറമ്പിലെ പണികളും മറ്റുമായി കൂടി, ഞാൻ തെങ്ങുകയറ്റവുമായി ഇങ്ങനെയുമായി.
വല്ലപ്പോഴും അവരുടെ പറമ്പിൽ തേങ്ങ ഇടാൻ പോകുമ്പോൾ മാത്രമാണ് ഞാൻ അവനെ കണ്ടുകൊണ്ടിരുന്നത്. അതിനിടയിൽ അവൻ്റെ അപ്പൻ മരിച്ചു. അന്ന് ശങ്കരൻ എന്നോട് പറഞ്ഞതാണ്, ആരെങ്കിലും ചാത്തൻ സേവയുടെ ഉത്തരവാദിത്വം ഏൽക്കാതെ അപ്പൻ്റെ ജീവൻ പോകില്ല എന്ന കാര്യം. അപ്പൻ മരിക്കാറായ സാഹചര്യം വന്നപ്പോൾ വലിച്ചു വലിച്ചു കിടക്കുന്ന കാഴ്ച കുറെ കഷ്ടമായിരുന്നു. അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൻ ചാത്തൻ സേവ ഏറ്റതാണത്രേ, അല്ലാതെ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ലായിരുന്നു എന്ന്. അങ്ങനെ ശങ്കരൻ പറഞ്ഞാലും അതായിരിക്കുമോ അതിൻ്റെ സത്യം? വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും കുറവുകളും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. കുറിക്കുന്നത് കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. ഓക്കേ.